നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചൊരു സിനിമയാണ് ഉള്ളൊഴുക്ക്. എന്തുകൊണ്ടാണ് ഈ ചിത്രം ഇത്രയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്നത്? പാർവതിയും ഉർവശിയും ഒക്കെ ഉൾപ്പെടുന്ന അതിലെ കാസ്റ്റിംഗ് ആണോ, അതോ ചിത്രത്തിന് മ്യൂസിക് ഡയറക്ടറാണോ? ഇതെല്ലാം ഒരു കാരണമാണ്. പക്ഷെ അതിനൊപ്പമോ അതിനു മുകളിലോ പ്രേക്ഷകരെ ഈ സിനിമയ്ക്കായി പ്രതീക്ഷിപ്പിക്കുന്ന മറ്റൊരു കാരണം കൂടിയുണ്ട്. 6 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ തിരക്കഥാ മത്സരത്തിൽ ഈ ഉള്ളൊഴുക്ക് 1ാം സ്ഥാനം നേടിയിരുന്നു. അടുത്ത കാലത്തായി ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത ലാപ്പത്ത ലേഡീസ് എന്ന ചിത്രത്തെ പിന്തള്ളിക്കൊണ്ടാണ് ഉള്ളൊഴുക്കിന്റെ തിരക്കഥ 1ാമതെത്തിയത്. അതുതന്നെയാണ് ചിത്രം ഇന്ന് ഇത്രയധികം ചർച്ചകൾക്ക് കാരണമായതെന്നും പറയാം. നിഗൂഢതയുടെ മറനീക്കി പുറത്തു വരുന്ന സത്യങ്ങളെ കാണാൻ മലയാളികൾക്ക് മാത്രമല്ല മിക്ക സിനിമാ ആസ്വാദകർക്കും ഇഷ്ടമാണ്. അത്തരത്തിൽ നിഗൂഢമായൊരു പോസ്റ്റും അതിലെ നിഗൂഢമായ വരികളിലൂടെയുമായിരുന്നു ഉള്ളൊഴുക്കിന്റെ പ്രഖ്യാപനം നടന്നത്. പോസ്റ്ററും ടീസറും ഒക്കെ തന്നെ പ്രതീക്ഷകൾ കൂട്ടുന്നവയായിരുന്നു. പക്ഷേ ലാപ്പത്ത ലേഡീസ് എന്ന ചിത്രത്തെ പിന്തള്ളിക്കൊണ്ട് 1ാമതെത്തിയ ചിത്രം എന്ന രീതിയിൽ ചിത്രത്തെ പ്രേക്ഷകർ നോക്കിക്കണ്ടത് വേറൊരു ലെവലിലാണ്. 2018 നടന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തിരക്കഥാ മത്സരമായ സെനസ്റ്റീൻ തിരക്കഥാ മത്സരത്തിലാണ് ക്രിസ്റ്റോ ടോമിയുടെ ഈ തിരക്കഥ 1ാമതെത്തിയത്. ആമിർ ഖാൻ, രാജ്കുമാർ ഹിരാനി, അഞ്ജും രാജാബാലി, ജൂഹി ചതുർവേദി തുടങ്ങിയവരായിരുന്നു അന്ന് ജൂറി മെമ്പേഴ്സ്. പക്ഷെ അന്ന് ഈ നേട്ടം ചർച്ചകളുടെ മുൻനിരയിൽ ഇടം പിടിച്ചില്ല. പിന്നീട് ഈ വർഷമാണ് 2ാം സ്ഥാനം നേടിയ ലാപ്പത്ത ലേഡീസ് എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. നോർത്ത് ഇന്ത്യയിൽ സ്ത്രീകളുടെ ജീവിതവും അവകാശങ്ങളും സ്വാതന്ത്ര്യവും അതിനുവേണ്ടി നടത്തുന്ന പോരാട്ടവും ഒക്കെ ഉൾപ്പെട്ട ശക്തമായ വിഷയം സംസാരിക്കുന്ന സിനിമയായിരുന്നു ലാപ്പത്ത ലേഡീസ്. അത് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. മൗത്ത് പബ്ലിസിറ്റിയാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് അത്രയ്ക്ക് അടുക്കാൻ കാരണം. കിരൺ റാവു സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് ആമിർ ഖാൻ, കിരൺ റാവു, ജ്യോതി ദേശ്പാണ്ഡെ എന്നിവരായിരുന്നു. വലിയ സ്റ്റാർ വാല്യൂ ഒന്നുമില്ലെങ്കിലും ആ സിനിമയെ അത്രത്തോളം ഉയരങ്ങളിൽ എത്തിച്ചത് സംസാരിച്ച വിഷയവും അവതരണ രീതിയും തിരക്കഥയുടെ ബലവും ഒക്കെയാണ്. ഉള്ളൊഴുക്ക് സിനിമയും പ്രഖ്യാപിച്ചപ്പോൾ പ്രേക്ഷകരെ ആദ്യം ആകർഷിച്ചത് അതിലെ കാസ്റ്റിംഗ് ആയിരുന്നു. ലെജൻഡറി നടി ഉർവശിയും പാർവതി തിരുവോത്തും ആദ്യമായി ഒന്നിക്കുന്നു. അടുത്ത സ്റ്റേറ്റ് അവാർഡുകൾ പരിഗണിക്കുമ്പോൾ കടുത്ത മത്സരം ഇരുവരും തമ്മിൽ ഉണ്ടാവുമെന്നത് ഇതിനോടകം വന്ന ടീസർ ഉറപ്പു നൽകുന്നുണ്ട്. കൂടാതെ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമാണ്. കഥാസന്ദർഭത്തിന് ഉതകുന്നത് എന്നതിനപ്പുറം കഥയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും പ്രേക്ഷകരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങുകയും ചെയ്യുന്ന തരം BGMകളും ഗാനങ്ങളുമാണ് സുഷിന്റെ പ്രത്യേകത. അടുത്ത കാലത്ത് നെറ്റ്ഫ്ലിക്സ് സ്ട്രീം ചെയ്ത കറി ആൻഡ് സയനൈഡ് എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകനാണ് ഉള്ളൊഴുക്കിന്റെയും സംവിധായകനായ ക്രിസ്റ്റോ ടോമി. കൂടത്തായ കൊലക്കേസിന്റെ അടിസ്ഥാനത്തിൽ ഒരുക്കിയ ആ ഡോക്യുമെന്ററി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കൂടാതെ ക്രിസ്റ്റോയുടെ ഷോർട്ട് ഫിലിമുകളായ കന്യക, കാമുകി എന്നിവയ്ക്ക് നാഷണൽ അവാർഡും ലഭിച്ചിരുന്നു. ഇത്രയധികം ബാക്കപ്പ് സ്ട്രെങ്ത് ഉള്ള ഫിലിം മേക്കറിൽ നിന്നുള്ള സിനിമ, ഇന്ത്യ ചർച്ച ചെയ്ത ഹിറ്റ് സിനിമയെ പിന്തള്ളിയ സ്ക്രിപ്റ്റ്, മികച്ച കാസ്റ്റിംഗ്, കാത്തിരിക്കാൻ ആവശ്യത്തിലധികം നിഗൂഢത, ഇതെല്ലാം പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് ഊർജം കൂട്ടുന്നവയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.